യുവരാജ്, രാജ്ഭവനിലേത് സാധാരണ ഉപയോഗിക്കുന്ന ഛായാചിത്രമായിരുന്നില്ല, അത് RSS ഉപയോഗിക്കുന്ന ചിത്രം ആയിരുന്നു. ആ ചിത്രമാണ് രാജ്ഭവനിൽ നിന്ന് അയച്ചു തന്നത്. അങ്ങനെയൊരു തീരുമാനത്തോട് പൊരുത്തപ്പെടാനാവില്ല എന്നാണ് ഇന്ന് മന്ത്രി പി പ്രസാദ് പ്രതികരിച്ചത്. RSSൻ്റെ ഭാരതാംബ, അതുകൊണ്ടാണ് ആ പരിപാടിയിൽ നിന്ന് വിട്ടുനിന്നത്. അല്ല, അദ്ദേഹം തന്നെ അതിന് ഉത്തരവും പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു റീസണിങ്ങിൽ തന്നെ അതിനകത്ത് ഉത്തരവുണ്ട്. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഭാരതാംബ എന്ന ചിത്രം വെച്ചതുകൊണ്ട് മാത്രമല്ല, അതിനകത്ത് കാവ്യ പതാകയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതൊരു പ്രശ്നമാണ്. ഇപ്പോൾ കോൺഗ്രസ്സുകാരും അങ്ങനെയൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്, അത് കാവ്യ പതാകയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിനുള്ള മറുപടിയും മന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട്. അവിടെ വരച്ചിരിക്കുന്ന മാപ്പ് എന്ന് പറയുന്നത്, ഭാരതാംബയുടെ പുറകിലായിട്ട് കാണിച്ചിരിക്കുന്ന മാപ്പ് എന്ന് പറയുന്നത് നമ്മളൊന്നും കാണുന്നത് പോലെയുള്ളൊരു മാപ്പ് അല്ല എന്നും കൂടിയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതിൽ തന്നെ ഉത്തരവുണ്ടെന്നേ. കാരണം RSS ഉണ്ടായത് 1925-ലാണ്. 1925-നും മുൻപ് ഏതാണ്ട് അരനൂറ്റാണ്ടോളം പുറകിൽ നിന്ന് തന്നെ ഭാരതമാത എന്ന് പറയുന്നൊരു സങ്കല്പം ഇവിടെ ജനിക്കപ്പെട്ടിട്ടുണ്ട്. ആ സങ്കല്പം എന്ന് പറയുന്നത് കേവലം നമ്മൾ ഇന്ന് കാണുന്ന കന്യാകുമാരി മുതൽ കശ്മീർ വരെയുള്ള ഒരു ഭൂപ്രകൃതിയിൽ നിന്ന് മാത്രമല്ല ഉടലെടുത്തിരിക്കുന്നത്. അത് ഈ പറയുന്ന ഗാന്ധാരവും സിന്ധും പാകിസ്ഥാനും ബംഗ്ലാദേശും എല്ലാം ഉൾപ്പെടുന്ന വലിയ വിശാലമായിട്ടുള്ള ഒരു അഖണ്ഡ ഭാരത കൺസെപ്റ്റിനകത്തുള്ളതാണ്. അത് RSS ഉണ്ടാക്കിയിരിക്കുന്ന ഒരു കൺസെപ്റ്റൊന്നുമല്ല, അതിനു മുമ്പ് വളരെ മുൻപ് തന്നെ ഉണ്ടായിരിക്കുന്ന ഒന്നാണ്. ഇപ്പോൾ സ്വാമി വിവേകാനന്ദൻ തന്നെ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, വരുന്ന ഒരു 100 വർഷത്തേക്ക് നമുക്ക് എല്ലാ ക്ഷേത്രങ്ങളിലും ഭാരതാംബയെ പ്രതിഷ്ഠിക്കാം. അവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന നിത്യനിദാന പൂജകൾക്ക് ഉപരിയായിട്ട് അദ്ദേഹം ക്ഷേത്രങ്ങളെ എതിർത്തോ അവിടെ പൂജകൾ നടക്കണ്ട എന്നുള്ള ഉദ്ദേശത്തിലല്ല, പകരം പല നാട്ടുരാജ്യങ്ങളായിട്ട് തിരിഞ്ഞു നിന്നിരുന്ന ആൾക്കാരുടെ ഉള്ളിൽ നമ്മൾ ഒരമ്മയുടെ മക്കളാണ് എന്നുള്ള ഒരു ആശയം കൃത്യമായിട്ടും എത്തിക്കുന്നതിന് വേണ്ടിയിട്ട്, അവരെ അതിനകത്ത് ബോധവൽക്കരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം അങ്ങനെ ഒരു പ്രസ്താവന പോലും നടത്തിയിരിക്കുന്നത്. വരുന്ന ഒരു 100 വർഷത്തേക്ക് നമുക്ക് ഭാരതാംബയെ എല്ലാ ക്ഷേത്രങ്ങളിലും പ്രതിഷ്ഠിക്കാം, നമ്മളെല്ലാം ഭാരതാംബയുടെ മക്കളാണ് എന്നുള്ള ബോധ്യത്തോടു കൂടി നമുക്ക് പ്രവർത്തിക്കാമെന്ന് സ്വാമി വിവേകാനന്ദൻ പറയുന്ന കാലഘട്ടത്തിൽ അദ്ദേഹം സമാധിയായി പിന്നെയും ഏതാണ്ട് 1/4 നൂറ്റാണ്ട് പിന്നിടുമ്പോൾ മാത്രമാണ് RSS എന്ന് പറയുന്ന സംഘടന ജന്മം കൊള്ളുന്നത്. അപ്പോൾ ഭാരതാംബ എന്ന് പറയുന്ന ആ പ്രതീകമാവട്ടെ, ആ പ്രതീകത്തിൽ നിന്നുണ്ടായിരിക്കുന്ന ചിത്രമാവട്ടെ, ഇതൊന്നും തന്നെ RSS ഉണ്ടാക്കിയിരിക്കുന്നതല്ല, RSSനും വളരെ മുൻപുണ്ടായിരിക്കുന്ന ഒന്നാണ്. പക്ഷേ ദൗർഭാഗ്യവശാൽ 1947 ശേഷം ഭാരത് മാതാ കി ജയ് എന്ന് പറയുവാൻ പോലും ഭയമുണ്ടാകുന്ന തലത്തിലാണ് നമ്മുടെ നാട്ടിലെ നിലവിലെ പ്രതിപക്ഷ പാർട്ടികൾ അന്നു മുതലുള്ള ഭരണപക്ഷ പാർട്ടിയാവട്ടെ പിന്നീടുള്ള പാർട്ടികളാവട്ടെ പ്രവർത്തിച്ച് പോന്നിരിക്കുന്നത്. ഇതിപ്പോൾ ഭാരതാംബയോട് മാത്രമൊന്നുമല്ലല്ലോ ഇവർക്ക് പ്രശ്നം ഉണ്ടായിരിക്കുന്നത്. കുറച്ച് നാളുകളായിട്ട് നമ്മുടെ നാട്ടിൽ നടന്നു വന്നിരിക്കുന്ന ഒരു വലിയ വിവാദം ഉണ്ടായിരുന്നു. ഈവൻ നമ്മുടെ മധ്യപ്രദേശിൽ കമൽനാഥ് സർക്കാർ 1 വർഷത്തേക്ക് മാത്രം ഭരിക്കാൻ കയറിയപ്പോൾ അവരാദ്യം ചെയ്ത നടപടികളിൽ ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മാസവും 1-ാം തീയതി വന്ദേമാതരത്തോടു കൂടി ആരംഭിച്ചിരുന്ന സെഷൻസിനെ വന്ദേമാതരം കട്ട് ചെയ്യുക എന്നുള്ളതായിരുന്നു. വന്ദേമാതരം പാടുന്നില്ല എന്ന് തീരുമാനിക്കുക എന്നുള്ളതായിരുന്നു അവരാദ്യം ചെയ്ത തീരുമാനങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത്. പക്ഷേ അത് വലിയ വിവാദമായി മാറിയപ്പോൾ പിന്നീട് അവർക്ക് അത് ഞങ്ങൾ അങ്ങനെയല്ല ഇങ്ങനെയാണ് ഉദ്ദേശിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും തിരിച്ച് വന്ദേമാതരം പാടുന്ന തന്നെ ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടുവന്നു. 2005 മുതൽ മധ്യപ്രദേശിൽ തുടങ്ങി വന്നിരിക്കുന്ന ഒരു കസ്റ്റമാണ് വന്ദേമാതരം പാടിക്കൊണ്ട് എല്ലാ മാസവും ആരംഭിക്കുക എന്നുള്ള. ആ വന്ദേമാതരത്തിനെ കട്ടിക്കാൻ വേണ്ടി പോലും അവർ തയ്യാറാകുന്ന സാഹചര്യം ഉണ്ടായി. ഇനിയിപ്പോൾ അത് ഏതെങ്കിലും മതപ്രതീകമായിട്ടാണ് ഈ ഭാരത് മാത എന്ന് പറയുമ്പോൾ ഇതേ കാര്യം പറഞ്ഞിട്ട് തന്നെയാണ് ഇവർ ഒരു കാലഘട്ടത്തിൽ വന്ദേമാതരത്തിന് എതിർത്തത്. നമുക്കറിയാമല്ലോ, ലോക്സഭയിൽ നിന്ന് കോൺഗ്രസിൻ്റെയോ സമാജ്വാദി പാർട്ടിയുടെയാണോ ഒരു MP പുറംതിരിഞ്ഞിറങ്ങി നടന്നു പോകുന്ന സാഹചര്യം വരെ ഉണ്ടായില്ല. പാർലമെൻറ്റിനകത്ത് വന്ദേമാതരം കേൾപ്പിക്കുന്ന സമയത്ത് വന്ദേമാതരം എന്ന് പറയുന്നത് എന്താണ്, ഭാരതാംബയെ ദുർഗയായിട്ട് ചിത്രീകരിച്ചുകൊണ്ട് പാടുന്നതാണ്, ഞാൻ ഫോളോ ചെയ്യുന്ന ശരീഅത്താണ്, അതുകൊണ്ട് എനിക്ക് ഇത് പാടാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോകുന്ന സാഹചര്യങ്ങൾ വരെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ എന്തുകൊണ്ട് അത്തരത്തിലുള്ള ബിംബവൽക്കരണം ഉണ്ട്, അല്ലെങ്കിൽ എന്തുകൊണ്ട് അത്തരത്തിലുള്ള പ്രതീകാത്മകമായിട്ടുള്ള കാര്യങ്ങൾ ഭാരതാംബയെ ഒരു ദേവിയായിട്ട്, ഇപ്പോൾ നേരത്തെ പണിക്കർ പറഞ്ഞതുപോലെ തന്നെ ശക്തി സ്വരൂപിയായിട്ടുള്ള ഒരു സ്ത്രീയായിട്ട്, ഒരു ദേവിയായിട്ട് അങ്ങനെ കാണുന്ന ഒരു സങ്കല്പം ഉണ്ടായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല വിഭാഗങ്ങളായിട്ട് തിരിഞ്ഞു നിന്നിരുന്ന, ഭാഷാപരമായിട്ട്, ഭക്ഷണപരമായിട്ട്, സാംസ്കാരികമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ചില പ്രാദേശികമായിട്ടുള്ള കസ്റ്റംസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ്. ജാതീയമായിട്ട് ഒക്കെ തിരിഞ്ഞു നിന്നിരുന്ന ആൾക്കാരെ, ഒരു വലിയ ജനതയെ ഒരുമിപ്പിച്ച് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും ഒരമ്മയുടെ തന്നെ മക്കളാണ് എന്ന് അവരെ ഓർമ്മിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്
വളരെ മുൻപ് എനിക്ക് തോന്നുന്നു 19-ാം നൂറ്റാണ്ടിൻ്റെ ഏതാണ്ട് അവസാന ഭാഗത്തോടു കൂടി അല്ലെങ്കിൽ രണ്ടാം പകുതിയോടുകൂടി അത് അങ്ങനെ ഒരു സങ്കല്പം ഉണ്ടാവുകയും അത് പിന്നീട് സ്വാമി വിവേകാനന്ദനെ പോലുള്ള ആൾക്കാർ ആവർത്തിച്ചു പറയുകയും ആ ആവർത്തിച്ചു പറഞ്ഞത് എന്താണ് സുഭാഷ് ചന്ദ്രബോസും ഭഗത് സിംഗും ഉൾപ്പെടെയുള്ള നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികൾ അതിനെയൊക്കെ ഏറ്റെടുക്കുകയും മുമ്പോട്ട് കൊണ്ടുപോവുകയാണ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മുടെ ബാലഗംഗാധര തിലകനെ പോലുള്ള ആൾക്കാരൊക്കെ അതിൽ നിന്ന് ഒരു പടി കൂടി കടന്നിട്ട് നമ്മുടെ ഗണേശോത്സവങ്ങളുടെ ചരിത്രം തന്നെ അറിയാമല്ലോ. ഗണേശോത്സവങ്ങളുടെ ചരിത്രം തന്നെ തുടങ്ങിയിരിക്കുന്നത് എല്ലാവരും അവരവരുടെ വീടുകളിൽ ചെറുതായിട്ട് നടത്തിയിരുന്ന വിനായക ചതുർത്ഥി പൂജകളെ എല്ലാത്തിനെയും കൂടി അദ്ദേഹം വലിയ ഒരു മാസ് പരിപാടിയാക്കി 1890-കളിൽ അദ്ദേഹം കൊണ്ടുവരികയും അത് വലിയ ഒരു ഉത്സവമായിട്ട് മാറുകയും അത് ശരിക്കും പറഞ്ഞാൽ ബ്രിട്ടീഷ് സർക്കാരിനെതിരായിട്ടുള്ള വലിയൊരു പ്രക്ഷോഭമായിട്ട് മാറുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത്തരം പ്രതീകങ്ങളും ഇത്തരം ബിംബവൽക്കരണങ്ങളും ഒക്കെ എല്ലാ കാലഘട്ടങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. ആ ഉണ്ടായിരിക്കുന്നത് എന്തിന് എന്നുള്ളതാണ്. നമ്മളിപ്പോൾ 2025 സ്വതന്ത്രമായി നമ്മൾ വളരെ സന്തോഷമായിട്ട് മുമ്പോട്ട് പോകുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ എങ്ങനെ നമ്മൾ രൂപപ്പെട്ടു എന്നുള്ളൊരു ചരിത്രത്തിനെ നമുക്ക് പാടെ മറന്നുകൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകാൻ വേണ്ടിയിട്ടൊന്നും സാധിക്കില്ലല്ലോ. ഇന്നും നമ്മുടെ നാട്ടിൽ കശ്മീർ മുതൽ കന്യാകുമാരി വരെ എടുത്തു കഴിഞ്ഞാൽ തമിഴ്നാട്ടിൽ വലിയ രീതിയിൽ വിഘടനവാദം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. കേരളം എങ്ങനെ UAE-യുടെ 8ാമത്തെ എമിറേറ്റ് ആകുമെന്ന് പറഞ്ഞ് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ഇവിടെ ഉണ്ട്. അവിടെ പഞ്ചാബിൽ ഖാലിസ്ഥാനികൾ എങ്ങനെ അവിടെ രാജ്യം ഉണ്ടാക്കുമെന്ന് പറഞ്ഞിരിക്കുന്ന ആൾക്കാരുണ്ട്. കശ്മീരിൽ 370 എടുത്ത് കളഞ്ഞതിന് അവിടെ ഉള്ളവരെക്കാളും വേദനിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ നമ്മുടെ നാട്ടിനകത്തുണ്ട്. അപ്പോൾ എങ്ങനെ ഇവിടെ വിഘടനവാദം വളർത്തും, എങ്ങനെ നോർത്ത് ഈസ്റ്റിലേക്ക് പോകുന്ന ചിക്കണ്ണൊക്കെ കട്ടി എന്നൊക്കെ പറഞ്ഞ് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ജനസാമാന്യങ്ങൾക്കിടയിൽ നമ്മളെ വീണ്ടും വീണ്ടും നമ്മുടെ അഖണ്ഡത ഓർമ്മിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള പ്രതീകങ്ങളും ചിത്രങ്ങളും ഒക്കെ ആവശ്യമായിട്ട് വരിക തന്നെ ചെയ്യും. അത് ആരെങ്കിലുമൊക്കെ വേദനിപ്പിക്കുന്നു എന്നുണ്ടെങ്കിൽ അതിന് നമുക്കിപ്പോൾ സഹതപിക്കുവാൻ വേണ്ടി മാത്രമേ സാധിക്കുകയുള്ളൂ. പിന്നെ കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം, ഇടതുപക്ഷക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ 1920-ലാണോ ഇവിടെ ഉണ്ടായത്, 25-ലാണോ ഉണ്ടായത് നമുക്കറിയില്ല. എന്തായാലും കമ്മ്യൂണിസ്റ്റിൻ്റെ ആണോ എൻ്റെ പേര് ഞാൻ പറഞ്ഞത്, കോമിൻ്റെ ആണോ എന്തോ ഒരു സാധനം ഉണ്ടല്ലോ, അതിന് തുടർച്ചയായിട്ട് ലോകം മുഴുവൻ കമ്മ്യൂണിസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ലോകത്തിനെ മുഴുവൻ സോവിയറ്റ് യൂണിയൻ്റെ കീഴിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നൊരു ലക്ഷ്യവും കൂടി വെച്ചുകൊണ്ട് ഇന്ത്യയിലൊരു പാർട്ടി തുടങ്ങുകയും ആ പാർട്ടി തുടങ്ങിയ ആൾക്കാരെ മുഴുവൻ അവർ തന്നെ വെടിവെച്ച് കൊല്ലി അവസാനം 1-2 പേര് മാത്രമാണ് അതിനകത്ത് അവശേഷിച്ചിട്ടുള്ളത്. ബാക്കിയുള്ളവരെല്ലാവരും എവിടെ പോയെന്ന് പോലും അറിയില്ല. ആ ഒരു അവസ്ഥയിലേക്ക് പോയിരിക്കുന്ന ഒരു പ്രസ്ഥാനത്തിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആരോട് യാതൊരു തരത്തിലുള്ള കൂറുമില്ല. 1947 ഇന്ത്യ സ്വതന്ത്രമായി കഴിയുന്ന സമയത്ത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയില്ല എന്നും പറഞ്ഞ് കരുതിനെ ആചരിച്ചുകൊണ്ട് കിടന്ന് അതിൽ ഇന്ത്യയുടെ പതാക വലിച്ചു കീറി കത്തിച്ച ഒരാളെ വെടിവെച്ച് കൊന്ന് ഈ അടുത്ത കാലം വരെ അയാളെ രക്തസാക്ഷിയാണ് എന്നും പറഞ്ഞ് ആഘോഷിച്ചുകൊണ്ട് നടന്നിരുന്ന ഒരു പ്രസ്ഥാനമാണത്. അപ്പോൾ ആ പ്രസ്ഥാനത്തിൻ്റെ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ സ്വതന്ത്രമായി എന്നുള്ളത് അവർക്ക് വലിയ വിഷമമാണ്. ഇന്ത്യ വിഭജിക്കപ്പെട്ടില്ല എന്നുള്ളത് അവരുടെ വലിയ വിഷമമാണ്. ഇന്ത്യ 17, 20, 27 ഒക്കെ ആയിട്ട് വെട്ടിമുറിക്കണമെന്നായിരുന്നു അവരുടെ ആവശ്യം. അതൊന്നും നടന്നില്ല എന്നുള്ളത് അവരുടെ വലിയ വിഷമമാണ്. ആ വിഷമത്തിൽ ജീവിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു അഖണ്ഡ ഭാരത മാതാവിൻ്റെ ഒരു ചിത്രം കാണുന്ന സമയത്ത് അത് അവരെ തീർച്ചയായിട്ടും വേദനിപ്പിക്കും. അപ്പോൾ അത്തരത്തിൽ ഈ പണ്ട് നമ്മൾ പറയുമല്ലോ, നമ്മൾ മറ്റേ ബ്രാം സ്റ്റോക്കറുടെ നോവൽ ഉണ്ടായിരുന്നല്ലോ ഡ്രാക്കുള, അതിനകത്തുണ്ടല്ലോ ഡ്രാക്കുളയ്ക്ക് കുരിശ് കണ്ടു കഴിഞ്ഞാൽ പേടിയാണ്, പിന്നെ അങ്ങോട്ടേക്ക് പോകില്ല. അപ്പോൾ ഇപ്പോൾ പുതിയൊരു സംവിധാനം കൂടി വന്നിട്ടുണ്ട്. അതായത് കമ്മ്യൂണിസ്റ്റുകാർക്ക് എന്താണ് കുരിശ് കണ്ട ചെകുത്താൻ എന്ന് പറഞ്ഞതുപോലെയാണ് ഭാരതാംബയെ കണ്ട കമ്മ്യൂണിസ്റ്റുകാർ എന്ന് പറയുന്നത്. ആ വഴിക്ക് വരില്ല എന്ന് പറയുന്നൊരു അവസ്ഥയായിട്ടുണ്ട്. എന്തായാലും നല്ലതാണത് എന്നേ മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും പൊതുജനങ്ങളോട് പറയാനുള്ള, നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും നല്ല വ്യവസായമോ എന്തെങ്കിലും സ്ഥാപനങ്ങളോ തുടങ്ങുന്നുണ്ട്, ഇവരെ അവിടെ നിന്ന് ഓടിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഭാരതാംബയുടെ ചിത്രം എടുത്ത് അവിടെ വയ്ക്കുക. പിന്നെ ആ വഴിക്ക് അവർ അങ്ങോട്ട് വരില്ല, അവരെ കൊണ്ട് ശല്യം ഉണ്ടാകത്തില്ല, നിങ്ങൾക്ക് നന്നായിട്ട് കാര്യങ്ങൾ നടത്താൻ പറ്റും. കേരളം ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ യഥാർത്ഥത്തിൽ തന്നെ 1ാം സ്ഥാനത്ത് എത്തുകയും ചെയ്യും.